ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നന്ദനെയും ഹരിഹരനെയുമാണ്. ഹരിഹരൻ പറയുകയാണ്, നീ വേണമെങ്കിൽ ആഹാരം കഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ നിനക്ക് തരാൻ പോകുന്നതേ ഒരു ഉരുള ചോറായിരിക്കും, വിഷം കലർത്തിയ ഒരു ഉരുള ചോറ്. നിനക്ക് മാത്രമല്ല നിന്റെ വീട്ടുകാർക്കും അങ്ങനെ തന്നെയാകും കൊടുക്കുക. അത്രയ്ക്കും ക്രൂരതയാണല്ലോ നീ എൻ്റെ അളിയനോട് ചെയ്തത്. എൻ്റെ അളിയൻ തൂങ്ങിയാടുന്ന ദൃശ്യമേ ഒരിക്കലും എൻ്റെ കണ്ണിൽ നിന്നോ മനസ്സിൽ നിന്നോ മായില്ല. അവന്തികയുടെ മനസ്സ് ഒരിക്കൽ അലിഞ്ഞാലും ഞാൻ ആ പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കിയിരിക്കുമെന്ന് ഹരിഹരൻ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചന ഹരിഹരന്റെ വീട്ടിൽ എത്തിയിരിക്കുന്നതാണ്. അർച്ചന ആദ്യം കതകിൽ തട്ടാൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും അർച്ചന പതിയെ വീടിന്റെ പുറകിലേക്ക് പോവുകയാണ്. അതേസമയം നന്ദനും ഹരിഹരനും കൂടി സംസാരിക്കുന്നതൊക്കെ അർച്ചന കേൾക്കുന്നു. തുടർന്ന് പെട്ടെന്ന് തന്നെ അർച്ചന സന്ധ്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്തായെന്ന് സന്ധ്യ ചോദിക്കുമ്പോൾ ഹരിഹരൻ എന്ന് പറയുന്ന ആള് അവിടെ ആരോടോ ദേഷ്യത്തോടെ സംസാരിക്കുന്നുണ്ട്. അത് നന്ദേട്ടനാണോ എന്ന് അറിയില്ലെന്ന് അർച്ചന പറയുന്നു. എന്താണെങ്കിലും രണ്ടില്ലെന്നറിഞ്ഞിട്ടേ ഇവിടുന്ന് പോകുന്നുള്ളെന്ന് അർച്ചന പറയുമ്പോൾ ഇതെല്ലാം ഡ്രൈവർ പ്രദീപും ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. കമലയും മീരയും ആതിരയും ഒക്കെ കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേസമയം സന്ദീപ് അങ്ങോട്ടേക്ക് വരുന്നു. സച്ചേട്ടൻ വിളിച്ചു പറഞ്ഞു നിങ്ങളൊക്കെ എത്തിയിട്ടുണ്ടെന്ന്, അതുകൊണ്ട് ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് പോന്നു. മോന് ധൃതിയായിരുന്നെങ്കിൽ ഓടിപ്പിടിച്ച് വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്ന് കമല പറയുമ്പോൾ സന്ദീപ് ആതിരെ ചേർത്ത് പിടിച്ച് പറയുകയാണ്, ഇവൾക്കിവിടെ ആകെയുള്ളൊരു വിഷമം നിങ്ങളാരും മിണ്ടുന്നില്ല വരുന്നില്ല എന്നത് മാത്രമാണ്. പിന്നീട് കാണിക്കുന്നത് കഴിഞ്ഞുപോയ കാര്യങ്ങൾക്കെല്ലാം മാഷ് സന്ദീപിനോട് ക്ഷമ ചോദിക്കുന്നതാണ്. എല്ലാ തെറ്റും എന്റെ ഭാഗത്ത് തന്നെയാണ്. ആ വീട്ടിലെ ആതിരെക്കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. നിങ്ങളുടെയൊക്കെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. അന്ന് പറയാത്തൊരു കാര്യം ഞാനിന്ന് ഉറപ്പിച്ച് പറയാം. ആതിരെ ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കില്ല. ഇവളില്ലാത്ത ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും ആകില്ല. തുടർന്ന് മീരയും പറയുകയാണ്, അമ്മേ, സന്ദീപിനെ ഞാനും കുറെ കുറ്റം പറഞ്ഞിട്ടുള്ളതാ. പക്ഷേ ഇവിടെ വന്നപ്പോഴാ സന്ദീപിന് ആതിരയോട് എത്രമാത്രം ഇഷ്ടമുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായത്. മോനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയത് എന്റെ മകളുടെ ഭാഗ്യമാണെന്ന് കമലയും പറയുന്നു. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് മാഷ് ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ എല്ലാവരും ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതേസമയം ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന അവന്തിക ദേഷ്യത്തോടെ നിൽക്കുന്നു. അതേസമയം അനഘയും അവന്തികയുടെ അടുത്തേക്ക് വരികയാണ്. ചേച്ചി എന്താ താഴത്തെ ചർച്ചകളൊന്നും കേൾക്കുന്നില്ലേ? അതോ നമ്മളെ കൊണ്ട് കേട്ടു നിൽക്കാൻ മാത്രമേ ആവുകയുള്ളോ എന്ന് അനഘ ചോദിക്കുന്നു. സച്ചി നേരത്തെ പറഞ്ഞത് നീയും കേട്ടതല്ലേ? നിന്നെ നോക്കിയാണ് പറഞ്ഞതെങ്കിലും ഉദ്ദേശിച്ചത് എന്നെ തന്നെയാണ്. ഇനിയും ഞാൻ അവരെ എന്തെങ്കിലും പറഞ്ഞാലേ അവൻ എന്റെ മുഖത്ത് നോക്കി തന്നെയായിരിക്കും ഇനി പറയാൻ പോകുന്നത്. അല്ലെങ്കിലും ഇവിടെ നമുക്ക് എന്ത് വിലയാ കിട്ടുന്നത്? എല്ലാവരും ആ ഗർഭിണിയുടെ പുറകെയല്ലേ. താഴെയുള്ളവരുടെ ആയുസിനൊക്കെ ഒരല്പം നേരം കൂടിയേ സന്തോഷമുണ്ടാവുകയുള്ളൂ. എന്തെന്നാൽ സേതുമാധവൻ ഇപ്പൊ ഇങ്ങെത്തുമല്ലോ. സേതുമാധവൻ വരുമ്പോഴേ അവന്തിക ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കും. സേതുമാധവനെ കൊണ്ട് തന്നെ അവരെ രണ്ടിനെയും ഞാൻ ഇവിടുന്ന് ആട്ടിപ്പുറത്താക്കും. സച്ചിക്കൊരു മറുപടി പറയാനാകാത്ത വിധത്തിൽ ഞാനിവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. 3 മാസം മാത്രമാണ് ഒരു ഗർഭിണിയുടെ ഗർഭം കലക്കാൻ സാധിക്കുന്നത്. അവളുടെ കുഞ്ഞങ്ങാനം വന്നാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് കേൾക്കുന്ന അനഘ പറയുകയാണ്, അർച്ചനയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ സ്വത്തുക്കളെല്ലാം സേതുമാധവൻ ആ കുഞ്ഞിന്റെ പേരിൽ എഴുതി വെക്കും. അതൊന്നും കുഴപ്പമില്ല ചേച്ചി, എന്താണെങ്കിലും ചേച്ചിയുടെ ഷെയർ അവിടെ തന്നെ ഉണ്ടാകുമല്ലോ. സേതുവിന്റെയും സന്ദീപിന്റെയും ഷെയർ മാത്രമല്ലേ പോവുകയുള്ളെന്ന് അനഘ പറയുമ്പോൾ അവന്തിക പറയുകയാണ്, അതെ, മക്കളെക്കാൾ 5 ഇരട്ടി സ്വത്താണ് സേതുമാധവനുള്ളത്. എന്തൊക്കെ കാരണം വന്നാലും സന്ദീപിന് ഒരിക്കലും ഒരു കുഞ്ഞുണ്ടാകാനേ പാടില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമേ ഉള്ളൂ. ആ കുഞ്ഞ് ജനിക്കരുത്. ജനിക്കാൻ നമ്മൾ അതിനെ അനുവദിക്കരുത്. പിന്നീട് കാണിക്കുന്നത് അർച്ചന പ്രദീപിനെ വിട്ട് ഹരിഹരൻ പുറത്തു പോയോ എന്ന് നോക്കിക്കുന്നതാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഹരിഹരൻ പുറത്തേക്ക് പോകുമ്പോൾ പ്രദീപും അർച്ചനയും സന്ധ്യയും കൂടി ഹരിഹരന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. മുന്നിലത്തെ കതക് പൂട്ടിയിട്ടിരിക്കുന്നത് കൊണ്ട് അവര് അടുക്കള ഭാഗത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ അതും കുറ്റിയിട്ടിരിക്കുകയായിരുന്നു. തുടർന്ന് പ്രദീപ് അവിടെ ഉണ്ടായിരുന്ന ഒരു വടിയെടുത്ത് അടുക്കള കതകിന്റെ കുറ്റി തുറക്കുകയാണ്. അങ്ങനെ അവര് അകത്തേക്ക് കയറി എല്ലാ മുറികളും പരിശോധിക്കുകയാണ്. തുടർന്ന് നന്ദന്റെ മുറിയുടെ കതകിൽ ചെന്ന് അർച്ചന തട്ടുന്നു. ആരാണെന്ന് നന്ദൻ ചോദിക്കുമ്പോൾ നന്ദേട്ടനാണോ എന്ന് അർച്ചന ചോദിക്കുന്നു. ഞാൻ അർച്ചനയാ, സച്ചിയുടെ ഭാര്യയെന്ന് അർച്ചന പറയുമ്പോൾ ഞാൻ നന്ദനാണെന്നും അയാൾ എന്നെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയാണെന്നും നന്ദൻ പറയുന്നു. താക്കോല് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ, ഞങ്ങള് നന്ദേട്ടനെ രക്ഷിക്കാൻ വന്നതാണെന്ന് അർച്ചന പറയുമ്പോൾ നന്ദന് സന്തോഷമാകുന്നു. അതേസമയം അർച്ചനയ്ക്ക് താക്കോല് കിട്ടുകയാണ്. അങ്ങനെ അർച്ചന കതക് തുറക്കുന്നു. നന്ദനെ കാണുന്നു. നന്ദന് അർച്ചനെ കണ്ടിട്ട് സന്തോഷമാവുകയാണ്. എന്റെ സച്ചിയുടെ അർച്ചനയല്ലേ എന്ന് നന്ദൻ ചോദിക്കുമ്പോൾ സന്തോഷത്തോടെ അർച്ചന നന്ദനെ നോക്കുകയാണ്. തുടർന്ന് പ്രദീപിനോട് കാർ എടുക്കാൻ പറഞ്ഞുകൊണ്ട് അർച്ചന സച്ചിയെയും സന്ധ്യ ഡോക്ടറെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോകുന്നു.
അങ്ങനെ പ്രദീപ് കാർ കൊണ്ടുവരികയും അവരവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു. അതേസമയം കാറിന്റെ ശബ്ദം കേട്ടുകൊണ്ട് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഹരിഹരൻ. എന്നാൽ ഹരിഹരന് നന്ദനെയോ അർച്ചനയോ കാണാൻ സാധിക്കുന്നില്ല. തുടർന്ന് സംശയത്തോടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ഹരിഹരനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.